നമസ്കാരം. പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. നമസ്കാരം. വടകര MP ആയിരുന്ന കെ മുരളീധരൻ ഒരു പൊളിറ്റിക്കൽ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നത്. തൃശ്ശൂർ പണ്ട് കരുണാകരൻ്റെ തട്ടകമായിരുന്നു. കോൺഗ്രസ്സിന് വലിയ സ്വീകാര്യതയുണ്ടായിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമുക്കറിയാം, മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമായി മാറി തൃശ്ശൂർ. കരുണാകരൻ ജയിക്കുകയും പിന്നീട് കരുണാകരൻ തോൽക്കുകയും മുരളീധരൻ തോൽക്കുകയും പത്മജ തോൽക്കുകയൊക്കെ ചെയ്ത സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിലേക്ക് മുരളീധരനെ കൊണ്ടുവന്നത് വലിയ രീതിയിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത്. സുരേഷ് ഗോപിയെ നേരിടാൻ കോൺഗ്രസിൽ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള തോൽവിയാണ് മുരളീധരൻ ഏറ്റുവാങ്ങിയത്. കോൺഗ്രസ് തന്നെ ഞെട്ടിയ സംഭവമായിരുന്നു അത്. അതായത് 3ാം സ്ഥാനത്തേക്ക് പോയി. BJP ആദ്യമായി അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ മുരളീധരൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്നു എന്നായിരുന്നു ആ തോൽവി. അദ്ദേഹത്തെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ല അദ്ദേഹം. ഈ പല സ്ഥലങ്ങളിൽ മത്സരിക്കുകയും തോൽക്കുകയും ഒക്കെ ഇതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. മുരളീധരൻ മന്ത്രിയായതിനു ശേഷം വടക്കാഞ്ചേരിയിൽ വന്ന് മത്സരിച്ച് കോൺഗ്രസിന് ഭയങ്കരമായ കോൺഗ്രസിൽ അവിടെ തോൽക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടു. ഈ മുരളീധരൻ്റെ ഭാവി എന്തായിരിക്കും കോൺഗ്രസിൽ? തമാശനെ പറയുകയാണെങ്കിൽ പോലും ഈ നായർ നേതൃഭാരത്താൽ നടുവൊടിഞ്ഞ കോൺഗ്രസ് എന്ന് പറയും. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണെങ്കിൽ കെ സുധാകരൻ ഒഴികെ മുന്നോട്ട് വരുന്ന പേരുകളെല്ലാം ശശി തരൂരായാലും കെ മുരളീധരനായാലും നമ്മുടെ കെ സി വേണുഗോപാലായാലും വി ഡി സതീശൻ ഇതെല്ലാം നായർ, രമേശ് ചെന്നിത്തല ഇവരെല്ലാം നായർ ശ്രേണിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ നായർ നേതൃത്വത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് മുരളീധരൻ. പക്ഷെ മുരളീധരൻ ഒരിക്കലും അങ്ങനെ ഒരു ഇതിന് പോയിട്ടില്ല. അല്ല, മുരളീധരൻ നായരല്ല. അങ്ങനെ വേണം പറയാം, ടെക്നിക്കലി അങ്ങനെ പറയാം. ഇവിടെ മുരളീധരൻ്റെ ഒരു പ്രത്യേകത, അപ്പോൾ എന്നോട് വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ പിന്തുണ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ആൾ ഉമ്മൻചാണ്ടിയായിരുന്നു. ആന്റണിക്ക് പറഞ്ഞ പിന്തുണയൊന്നുമില്ല. ഉമ്മൻചാണ്ടിക്ക് പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ആ പിന്തുണ കൊണ്ട് ഇനിയിപ്പോൾ കാര്യമില്ല, ഉമ്മൻചാണ്ടി മരിച്ചും പോയി. രണ്ടാമത്തെ ആൾ കെ മുരളീധരനായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് വളരെ ചുരുക്കം ചില രീതികളിൽ മാത്രമായിരുന്നു, മറ്റെല്ലാം നേതാക്കന്മാർക്കും. അതിനൊരു എക്സെപ്ഷനായിട്ട് കിടന്നു വരാൻ മുരളീധരൻ കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു. പിന്നെ കെ സുധാകരൻ KPCC പ്രസിഡൻ്റ് ആയപ്പോഴാണ് കേരള വ്യാപകമായി ഒരു പിന്തുണ കിട്ടാനുള്ള പശ്ചാത്തലം ഉണ്ടായത്. പക്ഷേ ആരോഗ്യം അദ്ദേഹത്തെ പുറകോട്ട് വിളിച്ചു. കെ സുധാകരൻ തുടരുന്ന വ്യത്യാസം വന്നേനെ. ഇങ്ങേരുടെ സതീശന് പറ്റിയ കുഴപ്പം, ഇഷ്യൂസിനെ ഉയർത്തുന്നതിൽ സതീശൻ മിടുക്കനാണ്, പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ മിടുക്കനാണ്. പക്ഷേ സുരേന്ദ്രന് പറ്റിയ അതേ തകരാറാണ് സതീശനും പറ്റുന്നത്. സുരേന്ദ്രനെ പറ്റിയ കുഴപ്പം എന്താ? കഴിഞ്ഞ ഗവൺമെൻറ്റിനെതിരായിട്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ച് ചാനൽ ചർച്ചകൾ തിളങ്ങി തന്നെയാൾ സുരേന്ദ്രൻ പ്രസിഡൻ്റാകുന്നതിന് തിളങ്ങി തന്നെയാളാണ്. പക്ഷേ എല്ലാ ചാനൽ വലിയ ആരോപണം പറഞ്ഞിട്ട് വരും. വേൾഡ് ബാങ്കിൽ നിന്ന് 10,000 കോടി പിണറായി മേടിച്ചു എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിട്ടപ്പോൾ ഒരു വാചകം കൂടെ പറയും, 14-15 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് ഈ ചാനലിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തെളിവുകൾ വരും. ഒരു തെളിവും സുരേന്ദ്രൻ ഉൾപ്പെട്ടിട്ടില്ല. സതീശന് അത് തന്നെയാണ് പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് പറഞ്ഞത് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പിൻവലിക്കേണ്ട ആവശ്യം വരാത്ത ഒരു നേതാവ് മുരളീധരനാണ്. ഇനി മുരളീധരൻ്റെ രാഷ്ട്രീയം കരുണാകരൻ്റെ ഇതിനോടുകൂടിയാണ് വന്നെങ്കിൽ പോലും മുരളീധരൻ പോരാടിയാണ് വന്നത്. ഷോർ സീറ്റ് നോക്കി വടക്കഞ്ചേരി പോയി തോക്കുകയും ചെയ്തു. പിന്നീടുള്ള എല്ലാം പോരാടി ജയിച്ചാൽ മുരളി. കോഴിക്കോട് അത്ര ഷോർ സീറ്റല്ല. തോപ്പിച്ചതാരെയൊക്കെ? വീരേന്ദ്രനെ തോപ്പിച്ചില്ലേ? വടകര ആരെ തോപ്പിച്ചു? പി ജയരാജനെ തോപ്പിച്ചു. അപ്പോൾ വടകര സീറ്റിലേക്ക് വിടുമ്പോഴും ഇത് ഒന്നോർക്കണം, ഇന്ന് പ്രമുഖ നേതാക്കന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും KC വേണുഗോപാലും പാർട്ടി അച്ചടക്കമെന്നൊക്കെ അവർ പറയും. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളവിടെ മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണ്ണയം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് സംസാരിച്ച ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും KC വേണുഗോപാലും. മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. അവസാനം ഇത് ലാസ്റ്റ് മിനിറ്റാണ് മുരളീധരൻ്റെ പടലിക്ക് ഇത് കെട്ടിവയ്ക്കുന്നത്. കോഴിക്കോടിൻ്റെ വടകരയുടെ ബന്ധം പുള്ളിക്കറിയാം. തോറ്റാലും ഒരു ഫൈറ്റിന് തയ്യാറായിട്ട് ജയിക്കുന്ന ഒരു 100% ഉറപ്പോടെ അല്ല മുരളീധരൻ വടകരയ്ക്ക് പോകുന്നത്.
വടകര ജയിച്ചു. അത് പലരും കോൺഗ്രസിൻ്റെ നേതാക്കൾ പലരും മുരളി അതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ച നേതാക്കന്മാരും കോൺഗ്രസിലുണ്ട്. കാരണം മുമ്പ് നമ്മൾ പറഞ്ഞ 4-5 പേരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മുരളി ഒരു സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. നാളെ അതെങ്ങനെ വരുമെന്ന് പറയാൻ പറ്റിയില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന നല്ല അവസരമായിരുന്നത്. പക്ഷേ മുരളീധരൻ വടകര ജയിച്ചു, പാർലമെൻറ്റിലേക്ക് വിട്ടു, കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ശല്യമൊക്കെ മാറി. പിന്നെ മുരളീധരനോട് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ അനീതി അത് മാധ്യമങ്ങളും കൂടെ നിന്നു എന്ന് വേണേൽ പറയാം, പേരെടുത്ത് പറയാം ആൾക്കാരെ. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിൻ്റെ കാരണം കരുണാകരനും മുരളിയാണ്. കരുണാകരൻ്റെ കാലം കഴിഞ്ഞപ്പോൾ മുരളി ഇല്ലെങ്കിൽ കോൺഗ്രസ് വളരെ സുഗമമായിട്ട് പൊക്കോളും. ഗ്രൂപ്പിസം ഇല്ല. ഇപ്പം ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് മുരളി ഗ്രൂപ്പിസത്തിൻ്റെ ആളല്ല. അല്ല, അദ്ദേഹം DAC ഉണ്ടാക്കി പോവുകയൊക്കെ ചെയ്ത ആളാണല്ലോ. പോയി അല്ല, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം തിരിച്ചു വന്ന ആള് മറ്റൊരു ആളായിട്ടാണ് മറ്റൊരാളായിട്ടാണ് തിരിച്ചു വന്നത്. ഇപ്പോഴും മുരളി പോയിട്ട് കോൺഗ്രസ് ഗ്രൂപ്പിസം ഇല്ലേ? ഇപ്പോഴില്ലേ മുരളിയെ ഉൾപ്പെടാത്ത ഗ്രൂപ്പുകൾ ഇപ്പം സജീവമാണ്. മറ്റേതിനേക്കാൾ ഹോസ്റ്റൈലായിട്ടാണ് അവർ പെരുമാറുന്നത്. ഇപ്പോൾ നേരത്തെ 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നു, ഇപ്പം 5 ഗ്രൂപ്പ് ഉണ്ട്. എത്ര വേണേ 5 അതിൻ്റെ ഉപഗ്രൂപ്പുകൾ ഒത്തിരി ഉണ്ട്. അത് നമ്മൾ കൂടുതൽ പറയാൻ പാടില്ല. അപ്പോൾ മുരളീധരൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം മുരളീധരനായിട്ട് എന്ത് ബന്ധം? അതിൽ മുരളീധരൻ അവിടെ ചെല്ലുമ്പോൾ തൃശ്ശൂർ മത്സരിക്കാൻ മുരളീധരൻ ന്യായമായിട്ടാണ് പോകാൻ പാടില്ലായിരുന്നു. മത്സരിക്കാൻ പോയത് മുരളീധരൻ തൃശ്ശൂരല്ലേ എങ്ങനെയെങ്കിലും ജയിക്കാമെന്ന് മുരളീധരൻ കണക്കൂട്ടി കാണും. പിന്നെ സുരേഷ് ഗോപിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, CPM എന്തുമാത്രം സുരേഷ് ഗോപിയെ സഹായിക്കുമെന്ന്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ CPMൻ്റെ കുറേ നേതാക്കൾ വിചാരിച്ചാൽ പോലും CPMൻ്റെ താഴെത്തട്ടിലുള്ള അനുഭാവികൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇവർ നീങ്ങിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രതാപൻ അവിടെ സാമാന്യം ഭംഗിയായി മത്സരിച്ച് ജയിച്ച ആളാണ്. പ്രതാപനെ മാറ്റുന്നു. പ്രതാപനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരു കൺസോളിഡേറ്റഡ് കൺസ്റ്റിറ്റ്യുവൻസി പ്രതാപനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രതാപൻ നിന്നിരുന്നാൽ പോലും ചിലപ്പോൾ പ്രതാപൻ ജയിക്കണമെന്നില്ല. പക്ഷേ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു നെഗറ്റീവ് റിയാക്ഷൻ, നമ്മൾ ഇന്നലെ സെക്കൻഡൊക്കെ കാര്യം പറഞ്ഞ പോലെ നെഗറ്റീവ് റിയാക്ഷൻ പ്രതാപനെ കൺട്രോൾ ചെയ്യുന്ന അനുകൂലമായിട്ടുണ്ടാകുകയും അവർ ട്രഡീഷണലായിട്ട് CPM വിരുദ്ധരാണ്. അവരുടെ ചോയ്സ് എങ്ങോട്ട് പോയി? സുരേഷ് ഗോപിയിലേക്ക് പോയി. അപ്പോൾ ഈ 2-3 ഘടകങ്ങൾ മുരളീധരനെ നേരിട്ട് ബാധിച്ചു. അത് പൂരം കലക്കി എന്നുള്ളത് ഒരു സ്ട്രാറ്റജി മാത്രം. പൂരം കലക്കൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം. KPCC പറയുന്നത് ഒരു ഉപസമിതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉപസമിതി കണ്ടെത്തിയിരിക്കുന്നതും അത് തന്നെയാണ്. അതായത് ഒരു പൂരം കലക്കിയത് കൊണ്ട് മാത്രമല്ല തോൽവിക്ക് കാരണമായത്, അല്ലെങ്കിൽ അതൊരു കാരണമായല്ല എന്നുള്ള രീതിയിൽ പ്രധാന വിഡ്രോ ചെയ്തൊരു ഘടകം. അതാണ് ഏറ്റവും വലിയ ഘടകം. അത് മാത്രമല്ല, ഈ മുരളീധരൻ തന്നെ ഈ ഫലം പുറത്തു വന്ന അന്ന് നടത്തിയ പ്രതികരണമുണ്ട് എന്താണെന്നുള്ളത്. കൃത്യമായിട്ട് അദ്ദേഹത്തിനെ അവിടെ എല്ലാ ആളുകളും പറ്റിച്ചു എന്നുള്ള രീതിയിലാണ്. കാരണം കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് വളരെ ശ്രദ്ധയോടുകൂടി ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കണ്ടില്ല. പരമ്പരാഗതമായി കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിപ്പോയതിന്, അല്ലെങ്കിൽ അങ്ങനെ മാറിപ്പോകാനുള്ള സാധ്യതകളെ ഇവർ മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളതാണ് ശരിക്കും മുരളീധരൻ്റെ ആരോപണം ഉണ്ടായിരുന്നത്. സംഘടനാ സംവിധാനം മൊത്തം തകർന്നിരിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും അവർക്ക് അതായത് ഗൃഹസമ്പർക്ക പരിപാടി പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ TN പ്രതാപന് കുറച്ചുകൂടി സ്വാധീനം ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും വലിയ തോതിൽ വോട്ട് തീരദേശ മേഖലയിലുള്ള വോട്ടുകൾ പൂർണ്ണമായി എന്ന് പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്നൊക്കെയാണ് മുരളീധരൻ്റെ ആരോപണം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ചോദിക്കുന്നൊരു ചോദ്യം, കാരണം മുരളീധരൻ നമുക്കറിയാം DIC-യിലൊക്കെ പോയി പിന്നീട് എനിക്ക് 2 രൂപയുടെ മെമ്പർഷിപ്പ് മാത്രം കിട്ടിയാൽ മതി, ബാക്കിയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിൽ എന്നെ തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെട്ട് വന്ന ആളാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റായിട്ട് രമേശ് ചെന്നിത്തല ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോൾ കരുണാകരനെ അവർ വളരെ ആഘോഷപൂർവ്വം കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ പോലും മുരളീധരനെ പിന്നെ അവർ കൊണ്ടുവരാൻ തയ്യാറായിരുന്നില്ല. അപ്പം മുരളീധരൻ DIC ഉണ്ടാക്കി പോയതുകൊണ്ട് മാത്രമായിരുന്നല്ലോ അത്. മുരളീധരനെ ഇവരൊക്കെ ഭയന്നതുകൊണ്ടാണല്ലോ. കാരണം ഭാവിയിൽ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ആവാൻ സാധ്യതയുള്ള നേതാവാണെന്നും നല്ല കരിയർ വൈസ് നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യും എന്നുള്ള തോന്നലുകൊണ്ട് തന്നെയല്ലേ. അല്ല, കോൺഗ്രസിന് എന്തെങ്കിലും ഇപ്പോൾ ഇന്ദിരാഭവൻ പണിയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺഗ്രസിനൊരു രൂപം കൊടുത്തത് ഒരു ഇപ്പം പോലും മുരളീധരൻ്റെ പത്രസമ്മേളനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഇവരാരേക്കാൾ കൂടുതൽ. ഇപ്പം പിണറായിക്കെതിരായി പറയുമ്പോഴും അൻവറിനെതിരായി പറയുമ്പോഴും അജിത് കുമാറിനെതിരായി പറയുമ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന പത്രസമ്മേളനം ഇതിൻ്റെയാണ്.
ഈ തൃശ്ശൂർ പൂരത്തിൽ ഇപ്പം മുരളി ഇതിൻ്റെ പേരിൽ തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ മുഴുവൻ ഇടതുപക്ഷ മുന്നണിക്കെതിരായ വോട്ടുകൾ മുഴുവൻ മുരളിയുടെ പെട്ടിയിലേക്കല്ല വന്നത്, BJPയുടെ പെട്ടിയിലേക്ക് പോയി. പിന്നെ രണ്ടാമത് സുരേഷ് ഗോപി തൃശ്ശൂർ അവതരിപ്പിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് മുഖമുണ്ട്. രാഷ്ട്രീയക്കാരൻ്റെ മുഖവും ഇതിലൊന്നും പെടാത്ത മാന്യനായൊരു മനുഷ്യൻ്റെ മുഖം. അപ്പം ഈ മാന്യനായ മനുഷ്യൻ്റെ മുഖം ഇത് രണ്ടും കൂടെ ഒരേ സമയമാണ് ഇത് അസസ് ചെയ്യുന്നതിൽ ആ ഇമ്പാക്റ്റ്. ഇപ്പം ഞങ്ങൾ 2-3 സ്ഥലത്ത് ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ താഴെത്തട്ടിലുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് അങ്ങനെ ചെയ്തിരിക്കുന്ന ആരും തന്നെ ഇല്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യാല്ല, കത്തെഴുതാം, ഇതിനപ്പുറത്തേക്ക് പോകില്ല. സുരേഷ് ഗോപിയുടെ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാരനോട് നിൻ്റെ വണ്ടി നന്നാക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു വണ്ടി പിടിച്ച് അതിൻ്റെ ബാക്കി ഞാൻ നന്നാക്കാം എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. ആ ഗ്യാരണ്ടി അവർക്ക് കിട്ടി. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. MP ആയി കഴിഞ്ഞ ശേഷം, മന്ത്രിയായി കഴിഞ്ഞ ശേഷം ആ സുരേഷ് ഗോപിയാണോ ഉള്ളതെന്നുള്ള കാലം തെളിയിക്കണം. പക്ഷേ അതുവരെ MP ആകുന്നത് വരെ സുരേഷ് ഗോപി ആ വാക്ക് പാലിച്ചു. പിന്നെ രണ്ടാമത് BJPയിലെ ഏറ്റവും ഒരുതരം എന്താ പറയുന്നത്, വലിയ കക്ഷിയുടെ ഉണങ്ങിത്തുടങ്ങിയ പ്രതിനിധികൾ, അത്രയും വളരാത്ത ഒത്തിരി ശീലങ്ങളുണ്ട്. തൃശ്ശൂരുമുണ്ട് അത്ര ശീലങ്ങൾ. ഇവരുടെ കിടമത്സരത്തിൽ നിന്നും രക്ഷപ്പെട്ട് നിൽക്കാൻ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുപോയി. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ വേറെന്ന് പറഞ്ഞാൽ ഈ സുരേന്ദ്രനൊരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ താഴെത്തട്ടി പ്രവർത്തിച്ച് പാർട്ടി നന്നായാൽ അവിടെ മത്സരിക്കാൻ സുരേന്ദ്രൻ ഓടിയെത്തും. തൃശ്ശൂർ മത്സരിക്കാൻ സുരേന്ദ്രൻ റെഡിയായിരുന്നു, നോമിനേഷനും കൊടുക്കാൻ റെഡിയായിരുന്നു. അപ്പോൾ അവിടെ B. ഗോപാലകൃഷ്ണൻ ഓൾറെഡി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഈ സംഘടനകളെ നശിപ്പിക്കുന്നതിൽ, എല്ലാ സംഘടനകളും നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്കാളിത്തമാണ്. TG മോഹൻദാസ് ഒരു ചാനൽ ചർച്ചയിൽ ഇലക്ഷൻ്റെ പാർലമെൻറ്റിൽ അതിന് മുമ്പ് ഇലക്ഷൻ്റെ BJPയുടെ ഓരോ പ്രോസ്പെക്ട്സ് പറഞ്ഞു, BJPയുടെ കാര്യം ചോദിച്ചു, മോഹൻദാസിനോട് ചോദിച്ചു. മോഹൻദാസ് മാസ്റ്റർ പറഞ്ഞു 20 സീറ്റിലും BJP ജയിക്കും. 2019 പറഞ്ഞു 20 സീറ്റിലും BJP ജയിക്കും. എല്ലാവരും കൂടെ കളിയാക്കി ചിരിച്ചു. അപ്പോൾ മോഹൻദാസും ചിരിച്ചോളൂ, വേറെ മറിച്ച് അതിന് മറുപടി പറയാനും വിശദീകരിക്കാനൊന്നും പോയില്ല. ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇവരുമായിട്ട് മൊത്തം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് കൊടുത്ത്, സാറല്ല അങ്ങനെ പറഞ്ഞു 20 സീറ്റും ജയിക്കുമെന്ന് എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ 20 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായാൽ നല്ലത്. എല്ലായിടത്തും ഇവരെല്ലാം മോഡിയുടെ പേര് പറയുന്നുള്ളൂ. മോഡി അവിടെ ഇത് ചെയ്തു, മോഡി പശുവിനെ വെട്ടി കൊന്നു, അല്ലെ അമ്പലം പണിതു. അല്ലാതെ ഇവർ ചെയ്ത, ഇവിടുത്തെ BJP നേതാക്കൾ ചെയ്ത വർക്ക് പറയാൻ അവർക്കില്ല. ഇവിടെ കോൺഗ്രസിനതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാനുള്ളൂ. ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് കേരളത്തിലില്ല. ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പം അങ്ങനെ ആരെങ്കിലും വോട്ട്, പണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുത്തന്ന ആ ഒരു പതിവുണ്ട്, ആ വോട്ട് ഇനി കൊണ്ടുത്തരാൻ സോണിയാഗാന്ധി വിചാരിച്ചാൽ പറ്റില്ല. അവർക്കിനി ഇവരെ മലകൂട്ടാൻ പറ്റിയില്ല, പറ്റിപ്പോയി. അതും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ്സുകാർ. മുരളീധരൻ കുറേ കൂടെ ഊർജ്ജസ്വലനായതുകൊണ്ട് മുരളീധരൻ നേരത്തെ തന്നെ ഒരു മാസം മുമ്പ് തൃശ്ശൂർ മത്സരിക്കേണ്ട ആവശ്യം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ മത്സരിക്കാൻ വരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, പത്മജയെ ശക്തി സമ്മതിക്കുകയാണ് ഇത്. പത്മജ പോയാലും എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, പത്മജ കോൺഗ്രസിൽ നിന്ന് പോയ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഇത്ര വലിയ നേതാവെന്ന് വിചാരിക്കും. ഇപ്പോൾ കരുണാകരൻ പോയപ്പോഴും നമ്മൾ കണ്ടു, വളരെ പെട്ടെന്ന് കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. KV തോമസ് പോയപ്പോൾ കണ്ടു. ഇപ്പോൾ പത്മജ പോയെങ്കിലും കോൺഗ്രസിനൊന്നും ആ സത്യം അറിയത്തില്ലാത്ത കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് അത്ര. ഒരു നേതാവ് പോയാൽ തകരുന്ന സാധനമല്ല കോൺഗ്രസ്. പണ്ടേ കോൺഗ്രസ് തൃശ്ശൂർ ഇല്ലാതാണ്, ഒരുമാതിരി ഒത്തിരി നേതാക്കന്മാർ പോയി. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് അവിടെ നിലനിൽക്കുകയാണ്. 67-ൽ 9 സീറ്റുള്ളപ്പോഴും ഏറ്റവും കൂടുതൽ സീറ്റ് തൃശ്ശൂരിൽ നിന്നാണ് ജയിക്കുന്നത്. ഏറ്റവും പ്രഗത്ഭരായ MLA-മാരുണ്ടായിരുന്നു. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ MLA എന്നെ ദിവസം കിട്ടി. അദ്ദേഹത്തിന് മന്ത്രി പോലും ആകാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാർഷിക വികസന പരിപാടിയായിട്ട് നടക്കുന്നതിനും ആളായിരുന്നു. പക്ഷെ അത് മാറി ഇന്ന് എല്ലാ പാർട്ടികളും ഏറെക്കുറെ ഒരുപോലെ പ്രവർത്തന ശൈലി വന്നു. ഇലക്ഷനാകുക, സ്വല്പം പൊതുജന സമ്മതമുള്ള അല്ലെ ചാനൽ ചർച്ച വന്ന് 2 തെറി പറഞ്ഞ ഒരിടത്തിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക, അവൻ ജയിക്കുക, കാശ് മുടക്കി ജയിക്കുക. എതിർ സ്ഥാനാർത്ഥി ചിലപ്പോൾ മിക്കവാറും അവനേക്കാൾ മോശമായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു കണക്കൂട്ടൽ. ഇത് എങ്ങനെ ഇത്തരം വിഷയങ്ങളെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രതിസന്ധി. അതിലും ഇപ്പോൾ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ജയിക്കുന്നൊരു ഉറപ്പ് വന്നാൽ BJPക്കാരുടെ സ്വഭാവം മുഴുവൻ മാറും.
നിങ്ങൾ ഉദ്ദേശിച്ച് കോൺഗ്രസിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ പാരവയ്പും വേലവയ്പുമായിട്ട് നടക്കുന്നവരന്മാർ എല്ലായിടത്തും. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല സേഫ് സോണിൽ ഇരിക്കുന്ന സമയത്താണ് ഈ വടകരയിലേക്ക് അദ്ദേഹത്തിന് മത്സരിപ്പിക്കാൻ വേണ്ടി വിടുന്നത്. അപ്പോൾ MLA ആയിരിക്കുന്ന സമയത്തായിരുന്നു. മാത്രമല്ല തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു നല്ല വേരുകൾ ഉണ്ടാക്കുകയും തുടർന്ന് ജയിക്കാനൊക്കെ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ വടകരയിൽ വേണമെങ്കിൽ മറ്റു പല നേതാക്കന്മാരെയും മത്സരിപ്പിക്കാമായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇല്ലേ? മുല്ലപ്പള്ളി 2 തവണ ജയിച്ചു, അദ്ദേഹത്തിന് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു. അങ്ങനെ അല്ലാത്ത നേതാക്കന്മാർ തന്നെ ഉണ്ടായത്. വടകരയുടെ പ്രത്യേക സാഹചര്യത്തിൽ അറിയാം, കോൺഗ്രസിന് ജയിക്കാൻ അവിടെ ഈ TP കേസൊക്കെ സംഭവിച്ചതിന് ശേഷം അവിടെ കോൺഗ്രസിന് ജയിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോട്ടുകളാണ്. അതായത് CPM-കാരെ എന്നെ മാറ്റി ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ. RMPന്റെ വോട്ട് മാത്രമല്ല, CPM-കാർക്ക് അണികൾക്ക് വിരോധമില്ലാത്ത ലീഡർഷിപ്പാണ് കുറച്ചുകൂടെ ഇതുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കുന്നതിന് പകരം മുരളീധരനെയാണ് അവിടെ അതിനുള്ള ചുമതല നൽകുന്നു. അദ്ദേഹം അവിടെ പോയി മത്സരിക്കുന്നു, ജയിക്കുന്നു. രണ്ടാമത് അദ്ദേഹം സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് വീണ്ടും അവിടെ മത്സരിക്കാൻ വേണ്ടി പറയുന്നു. അദ്ദേഹം മത്സരിക്കാമെന്ന് പറയുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് ഈ അവിടെ നിന്നും വടകരയിൽ നിന്നും അദ്ദേഹത്തോട് നേരെ തൃശ്ശൂരിലേക്ക് കയറാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അപ്പം തൃശ്ശൂരിൽ ഇപ്പം TN പ്രതാപൻ ആ സമയത്തേക്ക് നോട്ടീസ് ഒട്ടിച്ചു, എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റർ ഒട്ടിച്ചു, ചുമരെഴുത്ത് കഴിഞ്ഞു, വലിയ രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാത്രിയിൽ അദ്ദേഹത്തെ പിൻവലിച്ച് മുരളീധരനെ കൊണ്ടു. ഇപ്പം ഇത് സംഭവിച്ചത് ഇപ്പം വടകരയിൽ തുടർന്ന് അദ്ദേഹം തന്നെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കാനുള്ള സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിനെതിരെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വടകരയിൽ. അല്ല, അവിടെ വേറെ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ വടകര എന്ന് പറയുന്ന കണ്ണൂരാണ് വേണുഗോപാലിൻ്റെ നാട്. വേണുഗോപാലായാലും മത്സരിക്കാൻ ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാ തിരക്കും മാറ്റി വെച്ച് ആലപ്പുഴ മത്സരിക്കാൻ വന്നല്ലോ. ഈ വേണുഗോപാലിന് വടകര മത്സരിക്കായിരുന്നു, ജയിക്കുകയും ചെയ്യുമായിരുന്നു. വേണുഗോപാലിനെ മത്സരിക്കായിരുന്നു വടകര. ആലപ്പുഴ രമേശ് ചെന്നിത്തലയ്ക്ക് മത്സരിക്കായിരുന്നു. പാർലമെന്റ് ഇലക്ഷൻ അത്ര പ്രാധാന്യം. രമേശ് ചെന്നിത്തലയ്ക്ക് മത്സരിക്കാൻ സ്വാഭാവികമായിട്ട് ജയിക്കും. ഇല്ല, അവരെല്ലാം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അവർ നിൽക്കുന്നത് മാത്രമല്ല, നാളെ അവരോടൊപ്പം മത്സരിക്കാൻ വരാൻ സാധ്യതയുള്ള മുരളീധരനെ ഒഴിവാക്കാൻ അവിടെയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ മുരളീധരൻ ഒരു പ്രതിപക്ഷ നേതാവൊക്കെ ഇരിക്കേണ്ട ആളായിരുന്നു. ഇപ്പോൾ മുരളീധരനായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഈ ഒരു ചിറ്റമ്മനായ ആയിരിക്കില്ല പിണറായി കൂടെ ഉണ്ടാവും. തീർച്ചയായും അതിശക്തനായ പ്രതിപക്ഷ നേതാവായിട്ട് മുരളീധരൻ മാറിയേനെ. പക്ഷേ ഇവർ ഭയന്നെന്താണ്, പ്രതിപക്ഷ നേതാവായി ഇത്തവണ മാറിയാൽ അടുത്ത തവണ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആവുമെന്നുള്ള ഭയം കാരണമാണ് അദ്ദേഹത്തിനെ ഈ രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് അടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുരളീധരന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇപ്പം ഇരുളടഞ്ഞിരിക്കുന്നത്. ഈ സത്യം അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനിയൊരു മത്സരത്തിനില്ല എന്നും ഞാൻ സജീവമായിട്ടില്ല എന്നൊക്കെ പറയുകയും എന്നാൽ വട്ടിയൂർക്കാവിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും BJP എന്നുള്ള ഒരു വലിയ ശക്തി വട്ടിയൂർക്കാവിലല്ല, അദ്ദേഹം എവിടെ നിന്നാലും തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് വലിയൊരു ഭീഷണി കൂടിയാണ്. കാരണം കോൺഗ്രസ്, അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് അദ്ദേഹത്തോട് താല്പര്യമില്ല, CPM-ന് അദ്ദേഹത്തോട് താല്പര്യമില്ല, BJP-ക്ക് അദ്ദേഹത്തോട് താല്പര്യമില്ല. ഇവരൊന്നും ആയിട്ട് യാതൊരു തരത്തിലുള്ള സന്ധി ചേരാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എവിടെ നിന്നാലും തോൽപ്പിക്കും എന്നുള്ളൊരു വലിയ പ്രഖ്യാപനം കൂടിയുണ്ട് ഇതിൻ്റെ പുറകിൽ. തിരുവനന്തപുരത്തിനുള്ളൊരു പ്രത്യേകത, ഒരു പക്ഷേ തൃശ്ശൂരിനേക്കാൾ കൂടുതലായി കരുണാകരൻ സെൻറ്റിമെൻറ്റ്സ് കൂടുതലുള്ളൊരു നിയമമാണുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഈ പരസ്പരമുള്ള കാലുവാരിച്ചൊക്കെ നടക്കുന്നില്ലെങ്കിൽ അത്രയും സ്റ്റാച്ചറുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ശശി തരൂർ കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റാച്ചറുള്ള നേതാവ് മുരളീധരനാണ്. ഇപ്പോഴും അതെ, എപ്പോഴും അതെ. നാളെ മുരളീധരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള എളുപ്പവഴി നോക്കുന്നത് ഇപ്പോൾ KC വേണുഗോപാൽ പാർലമെൻറ്റ് മെമ്പറാണല്ലോ. വേണുഗോപാൽ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് പറയാമോ? ഇവരെല്ലാം തമ്മിൽ തല്ലണം, ഒരു പ്രതിസന്ധി ഉണ്ടാക്കണം. എങ്കിൽ വേണുഗോപാലിന് ഇവിടെ ഒരു എൻട്രി, സ്മൂത്ത് എൻട്രി ഉണ്ടാവുള്ളൂ. അല്ലെ രാഹുൽ ഗാന്ധിയുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ വരാം, അടിച്ചേൽപ്പിക്കപ്പെടുന്ന രീതിയിൽ വരാം. അപ്പോൾ അങ്ങനെ സ്മൂത്ത് എൻട്രി ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഞാൻ ചിരിക്കരുത്, നിങ്ങൾ ഒരു അപകടം ഞാൻ പറയാം. ഇവരെല്ലാം കൂടെ തമ്മിൽ തല്ലുമ്പോൾ വേറൊരു മനുഷ്യനുണ്ട്, പാർട്ടി നിർബന്ധിക്കാമെങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ചുമതലയാക്കാം പറയാൻ സാധ്യതയുള്ളൊരു മനുഷ്യനുണ്ട്. MLA MP ഒന്നും ആകണമെന്നില്ല, മത്സരിച്ച് ജയിച്ചോളാം എന്ന് പറഞ്ഞാൽ ജയിക്കുകയും ചെയ്യും ചിലപ്പോൾ. ആരാണെന്ന് പറയുമോ? AK ആൻ്റണി. നിങ്ങൾ തള്ളിക്കളയണ്ട. ആന്റണിയുടെ അടിസ്ഥാന സ്വഭാവം വെച്ചാൽ പറയുന്നത്. ഞങ്ങളുടെ ഒരു മാസികയുണ്ട് പുനർവായന എന്ന് പറഞ്ഞ്, ചെറിയാമ്പലിപ്പ് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നപ്പം ഞങ്ങൾ ഇത് വെച്ചുകൊണ്ട് എഴുതി, ഉറപ്പാണ്
തൊട്ട് പുറകെ ആൻ്റണിയുടെ രാഷ്ട്രീയ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. അത് അവിടെ തന്നെ ചേമ്പിൽ ഇപ്പോൾ ആൻ്റണിക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്നയാളാണ്. ഇപ്പം അത്ര നടക്കുന്നില്ല. പക്ഷേ അവിടെ കോൺഗ്രസിൽ സോണിയാഗാന്ധിയുടെ സ്വാധീനം തീർന്നപ്പം ഈ സ്വാധീനങ്ങൾ കുറയുന്നുണ്ട്. അതെല്ലാം കൂടെ കയറി വേണുഗോപാൽ പിടിച്ചെടുത്തു. സോണിയാഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ല, തൃശ്ശൂരിന് കെ വി തോമസ് എന്ന് പാർട്ടി വിട്ട് പോകില്ലായിരുന്നു. പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രാഹുൽ ഗാന്ധിയായിട്ട് ഒട്ടും അപ്രോച്ചബിൾ ആയിരുന്നില്ല. കെ വി തോമസ് ഇവിടുത്തെ MLA തൃക്കാക്കര മത്സരിച്ചേനെ MLA ആയിട്ട്, അത് എറണാകുളത്തിൽ ഇന്നോ ജേക്കബിന് വരെ സ്ഥാനാർത്ഥിയാനെ. അപ്പം അങ്ങനെ ആ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് തകർന്നു. ആന്റണിക്ക് ഇനി ആ ബെനിഫിറ്റ് അത് കിട്ടണമെന്നില്ല. രാഹുലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ കൈ കാണിച്ചോ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയും. ആന്റണി നോക്കാൻ സാധ്യത, കാരണം ഭയങ്കര മത്സരം വരും. ഉമ്മൻചാണ്ടി ഇല്ല, എ ഗ്രൂപ്പിന് ആളില്ല. ആരാ എ ഗ്രൂപ്പിൻ്റെ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുപോയപ്പോൾ? ആരുമില്ല. ആകെയുള്ളത് തിരുവഞ്ചൂര് മാത്രമാണ്. തിരുവഞ്ചൂർ എ ഗ്രൂപ്പ് പണ്ടേ വിട്ടു കഴിഞ്ഞു. അപ്പോൾ എ ഗ്രൂപ്പിനൊരു നേതാവ് വേണം, അത് പറ്റുമെങ്കിൽ ഒരു ക്രിസ്ത്യാനികൾ വേണമെന്നുണ്ടെങ്കിൽ ആരാ ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആന്റണി അങ്ങനെ ചിന്തിക്കുന്നത്. തൃശ്ശൂർ ആ ക്രിസ്ത്യൻ വികാരം കുറേയൊക്കെ മുരളിക്കെതിരായിട്ട് വന്നു. പക്ഷേ അതുപോലെ തന്നെ അത് മുതലാക്കിയത് സുരേഷ് ഗോപി മുതലാക്കി. സുരേഷ് ഗോപിക്ക് വരാം ശ്രീധരൻപിള്ളയാ മത്സരിക്കുക, അല്ലെ എൻ രാധാകൃഷ്ണൻ മത്സരിക്കുക, നിങ്ങൾ തൃശ്ശൂർ ജയിക്കില്ലായിരുന്നു. അല്ല, ആരും ജയിക്കില്ല. ഇനിയിപ്പം അവിടെ ജയിക്കാനും ബുദ്ധിമുട്ടൊക്കെ. അല്ല, അങ്ങനെയല്ല. സഭയുടെ ഒത്തിരി കാര്യങ്ങൾ ഒരു പേഴ്സണൽ ലെവൽ, സുരേഷ് ഗോപി ആണെങ്കിൽ ഇപ്പോൾ സഭയുടെ ആളായാൽ അങ്ങനെയൊക്കെ ഏത് കാര്യം ചെയ്തു കൊടുക്കും. ഇപ്പം അങ്ങനെയൊക്കെ SNDP യൂണിയനായിട്ട് കുറച്ച് അകൽച്ചയുണ്ട്, അതും മാറ്റും. ഇപ്പം അതിൻ്റെ ശ്രമം നടക്കുന്നത്, അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞു. അത് തൃശ്ശൂർ അവിടെ മാത്രമല്ല, കോൺഗ്രസ്സിന് ഏറ്റവും മേധാവിത്വമുള്ള, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ 67 മാത്രമല്ല, ഇനിയും മുഴുവൻ സീറ്റും തന്നെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ല തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം 2-3 സീറ്റ് വെച്ച് മുഴുവൻ സീറ്റും കോൺഗ്രസ്സിന് ജയിക്കാം. കൊല്ലം അത്രയില്ല. പിന്നെ പത്തനംതിട്ടയും കോട്ടയം ഒക്കെ കോൺഗ്രസ് തന്നെ ജയിക്കാവുന്നതാണ്. പക്ഷേ ഈ ജില്ലകളിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ കാണേണ്ടി വരും. അല്ല, നമ്മളെ BJPയുടെ സ്വാധീനം പറയുമ്പോൾ പാലക്കാട് എങ്ങനെയായിരുന്നു BJP? പാലക്കാടും നഗരത്തിൽ BJP ആണല്ലോ. അല്ല, പാലക്കാട് സ്വാധീനം ഉണ്ടായിരുന്നു. എത്ര നാളായി? കാസർഗോഡ് എങ്ങനെയായിരുന്നു? BJPക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ ഇപ്പോൾ കാസർഗോഡ് സ്വാധീനം ഉണ്ടായിരുന്നപ്പോഴെല്ലാം സുരേന്ദ്രനുള്ള സ്ഥാനാർത്ഥി തന്നെ. ശബരിമല വിഷയം വന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു വലിയ റാലിയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ സുരേന്ദ്രന് തോന്നി ഞാൻ അവിടെ പോയി മത്സരിക്കാം. ഇത് കോൺഗ്രസ്സിൽ ഇതുണ്ടാവും. കോൺഗ്രസ്സിൽ ഇപ്പം മുരളീധരനെ മാറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ഇവർ മുരളീധരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുകയും തോൽപ്പിക്കാനുള്ള മാർഗം നോക്കും. മുരളീധരൻ തൃശ്ശൂർ പറയുമ്പം എങ്ങനെയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഇല്ലാതായേ എന്നുള്ള കളയങ്ങൾ നമ്മൾ പറയേണ്ടി വരും. മുരളിയേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി ശിവകുമാർ കളിച്ച കളി ആരെയൊക്കെ അതിന് ഉപയോഗിച്ചു? ഉണ്ണിത്താനെ ഉപയോഗിച്ചു, ശരത്ചന്ദ്ര പ്രസാദിനെ ഉപയോഗിച്ചു. അങ്ങനെ ഒത്തിരി ചരിത്രമുണ്ട്. ഇതുകൂടെ നമുക്ക് ഈ ചർച്ച പറയേണ്ട ആവശ്യമില്ല. തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ആണ് കെ മുരളീധരനെ വിലയിരുത്തുന്നതെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കെ മുരളീധരൻ. ഈ TN പ്രതാപൻ ആരോടും അങ്ങനെ പരസ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള ഇൻഡിക്കേഷൻ കൊടുത്തു. എന്നെ മാറ്റിയതിൽ നമുക്കുണ്ടായിരുന്നൊരു സ്ഥാനം, ശ്രീവരൻ ഉണ്ടായിരുന്ന റെപ്രസെൻറ്റേഷൻ ഇല്ലാതായി. അല്ല, പക്ഷേ ഇതേ പിന്നെ നേതാവ് തന്നെയാണ്, TN പ്രതാപൻ തന്നെയാണ് ഞാൻ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരുന്നു എന്നുള്ള സന്ദേശം കൊടുത്തിട്ടുണ്ട് അവിടെ നേരത്തെ തന്നെ. മാത്രമല്ല, അദ്ദേഹത്തിനെ മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ സുരക്ഷിതമായ ഈ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ജയിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൂടി കോൺഗ്രസ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മാറ്റുന്നത്. പക്ഷേ അനിലക്കരയൊക്കെ ഇദ്ദേഹത്തിനെ മാറ്റുന്നതിനെതിരായിരുന്നു, വളരെ ശക്തമായ എതിരായിരുന്നു. വലിയൊരു ഗ്രൂപ്പ് അങ്ങനെ തന്നെ അതിൽ വലിയ പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മുരളീധരനെ പോലെയുള്ള ഒരു നേതാവിനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു എന്നുള്ളതും, അത് മുരളീധരൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് മത്സരിക്കുന്നതല്ലല്ലോ, പാർട്ടി തീരുമാനപ്രകാരം മത്സരിക്കണം. അപ്പോൾ മുരളീധരനെ ജയിപ്പിക്കാനും അല്ലെങ്കിൽ മുരളീധരൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ എല്ലാവരുടെയും കടമയായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. ഇനി അദ്ദേഹത്തിന് ജയിച്ചു കയറാനുള്ള എന്തെങ്കിലും ഏത് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ടും ഒരിക്കലും പ്രതാപൻ അനുഗ്രഹിച്ചില്ലേ, ഉമ്മ കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ? അതൊക്കെ ഓക്കെ. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം മുരളി എവിടെ നിന്ന് തന്നെ ഇനി ജയിക്കുക? മുരളീധരനെ ഇനിയും കാലുവാരുമോ? അപ്പം മുരളീധരൻ അതിശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുകയും അത് KPCC പ്രസിഡന്റ് ആയാലും ശരി, പ്രതിപക്ഷ നേതാവായാലും ശരി, മുരളീധരനൊന്നും വിഷയമല്ല.
മുരളീധരന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി വെട്ടിത്തുറന്ന് പറയുക എന്നുള്ളതാണ് അടുത്ത മുരളീധരന്റെ വർഷം രാഷ്ട്രീയ നേരിട്ട് രീതി. ഇപ്പോഴും പറയുന്ന മുരളീധരൻ. അതെ, അത് പിണറായി എന്നുള്ള മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അതേ രീതിയിലാണ് മുരളീധരൻ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ മുരളീധരനായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി തന്നെ മാറിയേനെ. അല്ല, പിന്നെ അതിലകത്ത് വേറെ കാര്യങ്ങൾ പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ആ വിഷയം. മുരളീധരനായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലാൻ പോകുന്ന പോലീസുകാരൻ്റെ കൈ ഒന്ന് പുറകോട്ട് പോയി. അതിൻ്റെ ഒരു മാനസികമായ കാരണങ്ങളുണ്ട് പോലീസ്. മുരളീധരൻ്റെ അടുത്തേക്ക് ലാത്തിയായിട്ട് അവൻ്റെ തല പൊട്ടി 1-2 കൊടുത്താക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ അബിൻ വർഗിയൊക്കെ തല്ലിയില്ലേ. മുരളീധരനായിരുന്നു KPCC പ്രസിഡന്റെങ്കിൽ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുടെ കൈ പുറകോട്ട് പോയി. അല്ല, മുരളീധരൻ നല്ല KPCC പ്രസിഡന്റ് ആയിട്ട് തന്നെ നന്നായിട്ട് ഷോ ഇന്ദിരാഭവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോലെ. അതെ, ജയ്ഹിന്ദ് TV മാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അല്ല, മുരളീധരനെ പോലെ അങ്ങനെ എറണാകുളം, ഇപ്പോൾ ഉദാഹരണം എറണാകുളം ജില്ല എങ്ങനെ കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത്? ഒരു ബേസ് ഉണ്ടാക്കി അവിടെ. പക്ഷേ അതിനകത്ത് അവിടെ വേലത്തരങ്ങൾ ഒത്തിരി നടക്കുന്നു. അല്ല, അവിടെയാണ് ഈ അസംബ്ലി ഇലക്ഷനിൽ വ്യക്തിപ്രഭാവം കൂടി ഒരു കാരണമാണ്. പിന്നെ മാത്രമല്ല ഈ എത്രത്തോളം അദ്ദേഹം ഗ്രൗണ്ടിലുണ്ട് നോക്കിയിട്ടാണ് വിജയ്. ഇപ്പൊ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ മോശക്കാരനല്ലായിരുന്നു, ആയിരുന്നില്ല. ഓക്കെയാണ്, ശരിയാ, നല്ല സ്ഥാനാർത്ഥിയൊക്കെ തന്നെ. പക്ഷെ സ്ഥാനാർത്ഥി എങ്ങനെ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ആ വാക്കാണ്, ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ഞാൻ ആരായാലും അല്ല, പക്ഷെ മുരളിക്ക് അത്തരത്തിലൊരു വിശ്വാസമുള്ള നേതാവ് കൂടിയായിരുന്നു. എന്നിട്ടാണ് മുരളി ഇതുപോലെ പരാജയം ഏറ്റുവാങ്ങുന്നത്. ഇപ്പം വടക്കാഞ്ചേരിയിൽ അദ്ദേഹം മന്ത്രിയായിട്ട് മന്ത്രിയായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. വലിയ രീതിയിൽ കാലുവാരി അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത്. അല്ല, മുരളി 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ മുരളി തോറ്റുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് അതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ മുരളിക്ക് ഫേവറബിളായിട്ടുള്ള ഘടകങ്ങളാണ് എതിരായത്. തീവ്രസഭയുടെ വോട്ട് അത് കയ്യിലിരിപ്പുണ്ട്, മുരളിയുടെ കയ്യിലിരിപ്പുണ്ടല്ല, പാർട്ടിയുടെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പുറത്ത് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ആർക്ക് പോയി? സുരേഷ് ഗോപിക്ക് പോയി. അപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ടുകളും ഈ തീവ്ര വോട്ടുകളും ഉറപ്പായിട്ടും UDFൻ്റെ പെട്ടി വരേണ്ടതാണ്. പിന്നെ പൂരം കലക്കിയ സംഭവം പൂരം കലക്കിയ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നല്ലേ. അപ്പോൾ UDFൻ്റെ പെട്ടിയിൽ വരേണ്ട ഈ 2 വോട്ടുകളും, പൂരം കലക്കിയതിൻ്റെ പേര് പോയ വോട്ട് ഈ 1%, 2% മാരുടെ BJPക്ക് തന്നെ കിട്ടുന്ന വോട്ടാണ്, കലക്കിയിലേയും കിട്ടുന്ന വോട്ടാണ് എന്നൂടെ ഞാനങ്ങ് പറയാൻ കേട്ടോ. അല്ല, BJPക്ക് കിട്ടുന്ന ഈ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ടുകളാണ്. പൂരം കലക്കിയിരുന്നില്ലെങ്കിലും ഈ വോട്ടൊന്നും ഇപ്പുറത്ത് സുനിൽകുമാറിനോ മുരളിക്കോ കിട്ടാൻ പോകുമായിരുന്നില്ല. പക്ഷേ 3ാം സ്ഥാനത്ത് മുരളി പോകുന്നതിൻ്റെ കാരണം മുരളി 2ാം സ്ഥാനത്തേക്ക് വന്നിരുന്ന സുരേഷ് ഗോപി തോറ്റേനെ. അതെ, മുരളി 2ാം സ്ഥാനത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപി തോറ്റേനെ. അതാരും പറയുകയില്ല. ഇത് തൃശ്ശൂരിൻ്റെ പ്രത്യേകത. തൊട്ടടുത്ത മറ്റ് 2-3 നിയോജകങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഇനി അടുത്ത പ്രാവശ്യം മലപ്പുറത്ത് ഭയങ്കരമായ വ്യത്യാസം വരും. അതിൻ്റെ ഗുണം തൃശ്ശൂരും കിട്ടും. ഇപ്പോൾ ഷാഫി പറമ്പിൽ നിന്ന് മത്സരിച്ചപ്പോൾ, വടകര മത്സരിച്ചപ്പോൾ കിട്ടിയ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും കിട്ടിയ അഡ്വാൻറ്റേജ് അടുത്ത ഇലക്ഷനിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും തൃശ്ശൂർ ജില്ല കിട്ടും, UDFന് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.